ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു വിലപ്പെട്ട അവസരം കൂടെ തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുന്നത് പോലെ ശ്രേഷ്ഠമായത് മറ്റ് ഒന്നും ഈ ലോകത്തിലില്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവചനത്തോട് ചേർന്ന് പഠിക്കുവാനും അത് ഉള്ളതുപോലെ ഗ്രഹിക്കുവാനും കർത്താവ് തരുന്നതായ നിമിഷങ്ങൾ വളരെ ഭാഗ്യമുള്ളതാണ്. അത് മനസ്സിലാക്കി സൂമിലേക്ക് കടന്നു വരുവാൻ പ്രൈസ് ദി ലോർഡ് ഇഷ്ടം തോന്നിയ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ഏവരെയും ദൈവം തന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിന്റെ തുടർച്ചയായ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ ഏകാഗ്രതയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാം. കാരണം ഇത് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതായ ഒരു വിഷയം കൂടിയാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന 7 ന്യായാസനങ്ങളിൽ ഒടുവിലത്തെ ന്യായാസനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. അതാണ് നാം എൻഡ് ടൈം പ്രൊഫസീസിൽ പഠിച്ചുകൊണ്ടിരുന്നതായ വിഷയവും അത് തന്നെയാണ്. ദൈവത്തിന്റെ അന്ത്യ ന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനം, അതാണ് ഇനിയും വെളിപ്പെടുവാനുള്ള ന്യായാസനങ്ങളിൽ 3-ാമത്തെ ന്യായാസനം. ഇനിയും വെളിപ്പെടുവാനുള്ളതായ ന്യായാസനങ്ങളിൽ 1-ാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് ഇനിയും വെളിപ്പെടുവാനുള്ളതായ 4-ാമത്തെ ന്യായാസനമാണത്. ഇനിയും വെളിപ്പെടുവാനുള്ളതായ 1-ാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. അവിടെ നമ്മൾ വിശുദ്ധന്മാരായ നാം ദൈവത്തിങ്കൽ നിന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് നിൽക്കുന്ന, സ്വർഗത്തിൽ നമ്മൾ നിൽക്കുന്നതായ ന്യായാസനമാണ്. രണ്ടാമത് ഇനി വെളിപ്പെടുവാനുള്ളതായ 2-ാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് ലോകത്തെ ന്യായം വിധിപ്പാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ, അന്ന് ഭൂമിയിലുള്ളതായ ഇസ്രായേൽ ജനത്തിന് ന്യായം വിധിപ്പാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നതായ അന്ത്യന്യായ മഹാപീഡന കാലം എന്ന് പറയുന്നതായ ന്യായവിധിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി വെളിപ്പെടുവാനുള്ളതായ 3-ാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് കർത്താവ് മഹത്വപ്രത്യക്ഷതയിൽ വന്ന് പ്രൈസ് ദി ലോർഡ് ലോകരാഷ്ട്രങ്ങളെ ന്യായം വിധിപ്പാനായി യെരുശലേമിൽ വെക്കുന്നതായ തന്റെ തേജസ്സിന്റെ സിംഹാസനമാണ്. ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 1000 വർഷം ഭൂമിയെ അക്ഷരികമായി ഭരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. 1000 വർഷത്തിന് ശേഷം വെളിപ്പെടുന്നതായ ന്യായവിധി, അത് ആദം മുതൽ മരിച്ചുപോയതായ സകലരെയും കൂട്ടിവരുത്തുന്നതായ ന്യായാസനമാണ് എന്ന് നാം ചിന്തിപ്പാനായിട്ടിടയായി. അത് എവിടെയാണ് ചിന്തിച്ചത്? ഏതാണ് എന്റെ വേദഭാഗം? നാം വേദഭാഗം നമ്മൾ ഒന്നെടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ് നാം അതിന് ബേസ് ആയിട്ട് വായിച്ചതായ വേദഭാഗം. 4 മുതലുള്ളതായ വേദഭാഗം, അതിന്റെ 11 മുതലുള്ളതായ വേദഭാഗം, 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായ വേദഭാഗം നമുക്ക് വീണ്ടും വായിച്ച് നമ്മുടെ ഓർമ്മയെ ഒന്ന് പുതുക്കാം. വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആകാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനെ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സന്തരം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു.
നമ്മൾ ഈ ഭേദഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് ചിന്തിച്ചു. ഈ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നതായ ആപാലവൃത്തം ജനത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ആ ജനത്തിൽ ആരൊക്കെ കാണുകയില്ല എന്നുള്ള കാര്യവും ചിന്തിച്ചത് പ്രിയമുള്ളവർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ആ സിംഹാസനത്തിന് മുമ്പിൽ ആദം മുതൽ മരിച്ചുപോയതായ എല്ലാവരെയും കൂട്ടിവരുത്തുമ്പോൾ ആ ന്യായാസനത്തിൽ മുഖ്യ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. അത് പിതാവായ ദൈവമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ട് പിതാവായ ദൈവമല്ല എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സകല ന്യായവിധിയും പിതാവ് എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായി. എന്താണ് പുത്രനെ ഏൽപ്പിക്കാൻ കാരണം? പിതാവായ ദൈവം ന്യായാസനത്തിലിരിക്കുമ്പോൾ തന്റെ ന്യായവിധി അത് പൂർണ്ണമാകുവാൻ സാധ്യതയല്ല എന്ന് വാദഗതി വരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിൽ ദൈവികമായ മണ്ഡലത്തിൽ ഇരിക്കുന്നതായ ഒരുവന് മാനുഷിക മണ്ഡലത്തിൽ ജീവിച്ച് മരിച്ചുപോയതായ കേവലം ബലഹീനരായ മനുഷ്യരെ, താഴ്ചയിലുള്ളതായ മനുഷ്യരെ എങ്ങനെ ന്യായമായി വിധിക്കുവാൻ കഴിയും എന്ന ചോദ്യം ഉന്നയിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അത് ന്യായമായ ഒരു ചോദ്യമായതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാതിരിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ നിന്ന് താണലോകത്തിലേക്ക് തന്റെ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താഴ്ചയുള്ളതായ ഈ മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ കടന്നു പോകേണ്ടതായ സകല സാധ്യതകൾ കൂടിയും കടന്നുപോയി പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ച് പാപരഹിതനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിനും മാത്രമേ ന്യായമായി വിധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് പിതാവായ ദൈവം സകല ന്യായവിധിയും ആരെ ഏൽപ്പിച്ചു? പുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആ അന്ത്യന്യായവിധിയെങ്കിൽ മുഖ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സിംഹാസനത്തിന് മുമ്പിലേക്ക് മരിച്ചവരായ എല്ലാവരും കടന്നു വരുമ്പോ വെറുതെ മനസ്സിൽ തോന്നുന്നത് പോലെയോ അല്ലെങ്കിൽ മുഖം നോക്കിയോ അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്നതായ വിവരമനുസരിച്ചോ ന്യായം വിധിക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. പിന്നെയോ പ്രൈസ് ദി ലോർഡ്, ഒരു ന്യായാധിപൻ ഈ ഭൂമിയിൽ ഒരു ന്യായാധിപൻ എങ്ങനെയാണോ വിധി കൽപ്പിക്കുന്നത്, ആ വിധി പോലെ, അങ്ങനെ വിധി കൽപ്പിക്കുന്നത് പോലെ എല്ലാ വിധത്തിലും ന്യായയുക്തമായ വിധി വരേണ്ടതിന് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ മാത്രമേ ഈ ന്യായാധിപൻ വിധിക്കുകയുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സംബന്ധിച്ച് പുസ്തകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ കർത്താവ്, നിത്യത മുതൽ നിത്യത വരെ അറിയാവുന്നതായ കർത്താവിന് പുസ്തകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ പുസ്തകങ്ങൾ എന്തിനാണ് തുറക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, തന്റെ വിധി ന്യായമുള്ളതാണ് എന്ന് ന്യായം വിധിക്കപ്പെടുന്നവർ കൃത്യമായി മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് 3 പുസ്തകങ്ങൾ തുറക്കുമെന്നാണ് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായത്. 3 പുസ്തകങ്ങൾ തുറക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ വായിച്ചതായ വേദഭാഗത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്: മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു, പുസ്തകങ്ങൾ തുറന്നു. അപ്പൊ പുസ്തകങ്ങൾ എന്നവിടെ പറയണമെങ്കിൽ ഒന്നിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ മിനിമം ആ പുസ്തകങ്ങൾ എന്നുള്ളതായ വാക്ക് 2 പുസ്തകങ്ങളെയാണ് കുറിക്കുന്നത്. ഇനി അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ച്: പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പോ ആദ്യം തുറന്നതായ 2 പുസ്തകങ്ങൾ കൂടാതെ മറ്റൊരു പുസ്തകം, അത് 3-ാമത്തെ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ജീവന്റെ പുസ്തകം. അപ്പൊ ഈ 3 പുസ്തകങ്ങൾ വളരെ കൃത്യമായി
ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണ് ഈ 3 പുസ്തകങ്ങൾ? ഇസ്രയേലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ, ഇസ്രയേലിന് ഒരുവൻ പാപം ചെയ്താൽ മോശ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതായ ജനത്തെ നമുക്ക് പ്രാരംഭമായിട്ട് നോക്കാം. മോശ കൊണ്ടുവരുന്നതായ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനായിട്ട് മോശയ്ക്ക് യഹോവയായ ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണം കൊടുക്കുകയാണ്. അപ്പൊ ആരെങ്കിലും മോശയുടെ മുമ്പിൽ ഏതെങ്കിലും കുറ്റം വിധിക്കപ്പെട്ടോ അല്ലെങ്കിൽ കംപ്ലൈന്റുമായിട്ടോ വന്നു കഴിഞ്ഞാൽ മോശയ്ക്ക് ന്യായം വിധിക്കുവാനായിട്ട് അവന്റെ ബേസ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് മാത്രമേ മോശയ്ക്ക് ന്യായം വിധിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിഷയം എഴുതിയിട്ടില്ലെങ്കിലോ യഹോവയായ ദൈവത്തോട് ചോദിച്ച് അവിടെ നിന്ന് റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രമേ മോശയ്ക്ക് ന്യായമായിട്ട് കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 സന്ദർഭങ്ങൾ നമുക്ക് അതിനോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് പുറപ്പാട് സംഖ്യാപുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ശബത്തിൽ മിണ്ടാതിരിക്കണം, ആരും ഒരു ജോലിയും ചെയ്യരുത് എന്നാണ് പ്രൈസ് ദി ലോർഡ് അതിന് ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രമാണം. പക്ഷേ പ്രൈസ് ദി ലോർഡ് കൊടുത്തിരിക്കുന്നതായ പ്രമാണം അങ്ങനെ ഇരിക്കെ അത്യാവശ്യ കാര്യത്തിനായിട്ട് തന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയ്ക്കേണ്ടതായിട്ട് ഒരുവൻ വിറക് പെറുക്കുന്നത്, ശബത്ത് ദിവസത്തിൽ വിറക് പെറുക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവന് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ കടന്നു ചെല്ലുവാനായിട്ടിടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് സാധാരണ രീതിയിൽ സ്വത്തുക്കളൊക്കെ വിഭാഗിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആൺമക്കൾക്കാണ് സ്വത്ത് വിഭജനം, പെൺമക്കൾക്ക് സ്വത്ത് വിഭജനം നൽകുകയില്ല. പക്ഷേ ഒരു ഗോത്രത്തെ സംബന്ധിച്ച് ഒരു ഗോത്രത്തിലുള്ളതായ ഒരു കുടുംബത്തിൽ സെലോഫഹാദ് എന്ന് പറയുന്നതായ വ്യക്തിയുടെ കുടുംബത്തിൽ അവകാശ വിഭജനം വന്നപ്പോ അവിടെ പെൺമക്കൾ മാത്രമേ ഉള്ളതായ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പെൺമക്കൾക്ക് സ്വത്ത് വിഭജനം കൊടുക്കുവാൻ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആ സെലോഫഹാദ് എന്ന് പറയുന്നതായ വ്യക്തിയുടെ പുത്രിമാർ എന്ത് ചെയ്തു? മോശയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വത്ത് വിഭജനം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കുന്നതായ ആ വ്യക്തികളുടെ കുടുംബത്തിലേക്ക് ഈ ഗോത്രത്തിന്റെ അവകാശം കടന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതായ ഈ അവകാശ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ അവകാശം നിൽക്കേണ്ടതിന് ഞങ്ങൾക്ക്, അതായത് പെൺമക്കളായ ഞങ്ങൾക്ക് സ്വത്ത് വിഭജിച്ച് തരണമായി എന്ന് മോശയോട് പറയുവാനായിട്ടിടയായി. പക്ഷെ മോശയ്ക്ക് അങ്ങനെ ചെയ്യുവാൻ നിർവാഹമില്ല. പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു, നിങ്ങളുടെ അപേക്ഷ എന്ന് പറയുന്നത് ന്യായമുള്ളതാണ്, പക്ഷേ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ യഹോവയായ ദൈവത്തോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഈ വിഷയം മോശ സമാഗമന കൂടാരത്തിനകത്ത് ചെന്ന് യഹോവയായ ദൈവത്തിന്റെ മുമ്പാകെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ചെയ്യണം? അങ്ങയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആൺമക്കൾക്ക് മാത്രമേ സ്വത്ത് വിഭജനം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇതാ ഒരു ന്യായമായിട്ടുള്ളതായ പരാതിയുമായി, ഒരു ആവശ്യവുമായി വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പെൺമക്കൾക്ക് സ്വത്ത് വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിഭജിച്ചു കൊടുത്തിരിക്കുന്ന അവകാശം മറ്റൊരു ഗോത്രത്തിന്, മറ്റൊരു കുടുംബത്തിന് പോകും. അപ്പൊ ഇതേ കുടുംബത്തിന്, ഇതേ ഗോത്രത്തിന് തന്നെ അവകാശം നിലനിൽക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഒരു കുടുംബത്തിൽ പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവകാശം പെൺമക്കൾക്ക് വിഭാഗിച്ചു കൊടുക്കണം എന്നുള്ളതായ നിയമം അവിടെ അമെൻഡ് ചെയ്യുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, ന്യായവിധി നടത്തുമ്പോ ഇഷ്ടം പോലെ ന്യായവിധി നടത്തുവാനായിട്ട് കഴിയുകയില്ല. എഴുതപ്പെട്ടതായ പുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതാണ് മോശ തന്റെ ജനത്തിന് ന്യായം വിധിപ്പാനായിട്ട് ബേസ് ആയിട്ട് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ
യഹോവയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് ആദ്യം തുറക്കുന്നത് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ന്യായപ്രമാണം എന്ന് പറയുമ്പോ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ എഴുതപ്പെട്ടതായ തിരുവചനം. ഈ എഴുതപ്പെട്ടതായ തിരുവചനത്തിന്റെ ഒറിജിനൽ എഴുത്ത് സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. സ്വർഗത്തിൽ അതിന്റെ ഒരു കോപ്പിയുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നതായ മലയാളം വേദപുസ്തകമോ തമിഴ് വേദപുസ്തകമോ NIV-യോ അല്ലെങ്കിൽ KJV-യോ വെച്ചായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒറിജിനലായി എഴുതപ്പെട്ടതായ ആ വേദപുസ്തകത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഒറിജിനൽ ഒന്നാം പ്രതി എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഭൂമിയും അതിലുള്ളതായ സകലതും കത്തിയഴിഞ്ഞാലും, അങ്ങനെയാണല്ലോ നമ്മള് വെളിപ്പാട് പുസ്തകം ആദ്യം വായിക്കുന്നത്, സകലതും തീ കൊണ്ട് വെന്തു പോകും. പ്രൈസ് ദി ലോർഡ്. എല്ലാ തിയോളജി പുസ്തകങ്ങളും വെന്തു പോകും. ലോകത്തിലെ എല്ലാ നിയമ പുസ്തകങ്ങളും വെന്തു പോകും. എല്ലാ തത്വശാസ്ത്ര ചിന്തകളും വെന്തു പോകും. മനുഷ്യന്റെ എല്ലാ അറിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ലൈബ്രറിയും തീയിൽ ചാമ്പലായി പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു കോടതിയിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമപുസ്തകവും കർത്താവ് ആധാരമായിട്ട് എടുക്കുകയില്ല. സകലതും കത്തിയഴിഞ്ഞു പോകും. കത്തിയഴിയാത്തത്, ഒരിക്കലും മാറാത്ത ദൈവത്തിന്റെ തിരുവചനം സ്വർഗത്തിലുണ്ട്. ആ തിരുവചനമാണ് ഒന്നാമത് തുറക്കുന്നത്. പുസ്തകങ്ങൾ തുറന്നു എന്നുള്ളതിൽ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് തിരുവചനമാണ്. അതുകൊണ്ടാണ് വചനം അതുപോലെ അനുസരിക്കണമെന്ന് പറയാൻ കാരണം. രണ്ട് പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കണം. ഒരിക്കലും അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തിരുവചനം നാം പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? തിരുവചനം അനുസരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഒന്ന്, തിരുവചനം പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? രണ്ട്, തിരുവചനം അനുസരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? തിരുവചനം അനുസരിക്കാതിരുന്നാൽ, തിരുവചനം അനുസരിച്ചില്ല എന്നുള്ളതിന്റെ ബേസിൽ നമ്മുടെ പദവി നഷ്ടപ്പെട്ടു പോകുവാൻ 100% സാധ്യതയുണ്ട്. എന്താണ് നമ്മുടെ പദവി? നമ്മുടെ പദവി എന്ന് പറയുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പദവി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കിട്ടുന്നതായ പദവിയാണ്. തല ക്രിസ്തുവായിരിക്കുമ്പോ നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ സഭയ്ക്ക് കിട്ടുന്നതായ പദവി എന്ന് പറയുന്നത് മണവാളനായ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളതായ പദവിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം അതുപോലെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, ചിലതനുസരിച്ചു ചിലതനുസരിച്ചില്ല, എനിക്ക് ഇഷ്ടമുള്ളതനുസരിക്കും, എനിക്ക് സൗകര്യമുള്ളതനുസരിക്കും, എന്റെ സാഹചര്യം പറയുന്നതനുസരിക്കുമെന്ന് പറഞ്ഞ് നാം അങ്ങനെ തൃപ്തിപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ലഭിക്കുവാനിരിക്കുന്നതായ പദവി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തിരുവചനം അനുസരിക്കുവാൻ നാം നിർബന്ധിതരാണ്. അത് ആരും പറഞ്ഞനുസരിപ്പിക്കേണ്ടതല്ല. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയാം. മുമ്പ് കാലത്ത് ദൈവവചനത്തിന്റെ ഉപദേശം കേൾക്കുവാൻ താല്പര്യമുള്ളവരായിരുന്നു പ്രൈസ് ദി ലോർഡ് പോയ തലമുറയിലെ ജനം എന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഈ ഞാൻ ഉൾപ്പെടുന്നതായ ഈ തലമുറ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാല്യകാലത്ത് ദൈവവചനത്തിന്റെ ഉപദേശം പറഞ്ഞാൽ അവിടെ കഥകളൊന്നും പറയണമെന്നില്ല. എഴുന്നേറ്റ് നിന്ന് ശക്തമായ ഉപദേശം പറഞ്ഞാൽ ആ ഉപദേശത്തിന്റെ മുമ്പിൽ ഭയപ്പെടുന്ന ഒരു തലമുറയായിരുന്നു ഞങ്ങൾ, അഥവാ ഞാൻ, എന്റെ ബാല്യപ്രായം, എന്റെ യൗവനപ്രായം എന്ന് ആ തലമുറ എന്ന് പറയുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഈ തലമുറയിലേക്ക് വന്നപ്പോ
പരിതസ്ഥിതികൾ ഒത്തിരി മാറി. ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ വളരെ വളരെ ചുരുക്കമാണ്. അതും കേൾപ്പാൻ ഇമ്പമുള്ളതായ വിഷയങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ വൈകാരിക തലങ്ങളെ സ്പർശിച്ച് അപ്പോഴുള്ളതായ വിഷയത്തിന് പരിഹാരം ലഭിച്ചില്ലെങ്കിലും പരിഹാരം ലഭിക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനത്തെ അവരുടെ വൈകാരിക തലങ്ങളെ ഒന്ന് തൊട്ടുണർത്തി ഒന്ന് കുലുക്കുന്നതാണ് ഇന്നത്തെ വചന ചിന്തയുടെ പ്രത്യേകതയായി മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ളതായ വചന പ്രസംഗങ്ങൾക്കും വചന ചിന്തകൾക്കും മാത്രമേ ഇന്ന് ജനം പ്രസക്തി നൽകുന്നുള്ളൂ. മാത്രമല്ല, ഒരു മനുഷ്യനെയും ഉപദേശിച്ച് നേരെയാക്കുവാൻ കഴിയാത്തതായ ഒരു കാഠിന്യമുള്ളതായ ഒരു തലമുറയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോനെ, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരുവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാകാത്തതായ ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. ആത്മീക ഗോളത്തിലായിരിക്കുന്ന ഒരു 95% പേരോടും ഉപദേശമായി പറഞ്ഞാൽ അത് കേൾക്കുവാൻ തയ്യാറില്ലാതെ, അത് മറുത്തു പറയുവാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ മറുത്തു പറയാതെ തലകുലുക്കിക്കൊണ്ട് പോകുന്ന, പരിഹാസത്തോടെ പോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിന് കീഴ്പ്പെടുവാൻ കഴിയാതെ വണ്ണം സാഹചര്യങ്ങൾ, സ്വയം പര്യാപ്തത, മറ്റൊരാളിന്റെ ആവശ്യമില്ല എനിക്ക് ജീവിപ്പാൻ എന്നുള്ളതായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതായ മനുഷ്യൻ വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ പോലും തൻ്റെതായ നിലയിൽ താഴുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ എല്ലാത്തിനും പോന്നവനാണ് എന്നുള്ളതായ ചിന്തയിൽ എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ വരുവാൻ കാരണം. തിരുവചനം എന്തുകൊണ്ടാണ് നാം, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ 95% പേരും അതിനെ നിസ്സാരമായി തള്ളുന്നത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾ എത്രയോ നാളുകൊണ്ട് കേൾക്കുന്ന കാര്യമാണ്, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ളതായ ചിന്ത മനുഷ്യന്റെ മനസ്സിനെ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുകയും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാതെ അതിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതും കൊണ്ടാണ്. ഒരു ന്യൂനപക്ഷം മാത്രമേ ദൈവവചനത്തിന് മുമ്പിൽ ഭയപ്പെടുന്നതായ ഒരു കൂട്ടത്തെ ഈ തലമുറയിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭയത്തോടെ പറയട്ടെ, നമ്മിലാരും ദൈവവചനത്തിന് മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് തലകുലുക്കുന്നവരായി പരിഹാസത്തോടെ എല്ലാം അറിയാം എന്നുള്ളതായ ചിന്തയോടെ ആയിരിക്കരുത്. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആത്മാവിന്റെ ദാരിദ്ര്യമെന്ന് ഞാനത് വളരെ വിശദമായി പറഞ്ഞത് കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്തോത്രം. സാമ്പത്തികമായ ദാരിദ്ര്യമോ സമ്പത്തോ ഒരിക്കലും ദൈവ സ്വർഗരാജ്യത്തോട് നമ്മെ അകറ്റുകയോ നമ്മെ അടുപ്പിക്കുകയോ ചെയ്യുകയില്ല. ആത്മാവിലെ ദാരിദ്ര്യം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആത്മാവിൽ നമുക്കെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ളതായ നിലവാരത്തിലാണ് നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ കടന്നു ചെല്ലുന്നത് എങ്കിൽ വചനത്തിന് നമ്മിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ നമ്മിൽ തന്നെ സമ്പന്നരായി തീർന്നു. ഒരു ദാരിദ്ര്യഭാവം അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുള്ളതായ ആ ഒരു നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവവചനത്തിന് നമ്മിൽ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദരിദ്രന്മാരെ അനുഗ്രഹിക്കുകയും സമ്പന്നന്മാരെ വെറുതെ അയക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ന്യായപ്രമാണം തുറക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം തുറക്കുമ്പോൾ
ദൈവവചനം അനുസരിച്ചില്ല എന്നുള്ളതായ നില വെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുവാനിടയാകും. ഈ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ദി ലോർഡ് ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ശ്രദ്ധിക്കണം, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നതായ സ്ഥാനം, ആ സ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ റിപ്പീറ്റഡായി പറയും, നിങ്ങൾക്ക് ബോറടിക്കും എന്ന് എനിക്കറിയാം, എങ്കിൽ ഞാൻ അത് റിപ്പീറ്റഡായി പറയാൻ കാരണം അത് എന്ത് ചെയ്യുക, അങ്ങ് പെനിട്രേറ്റ് ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ബിൽഡിങ് കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ, കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഈ മേശരിമാര് ഈ നമ്മുടെ സിമെന്റ് ചാന്തെന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ മിക്സിംഗ് എന്ന് പറയും. ആ സിമെന്റ് മിക്സിംഗ് എടുത്ത് അതിന്റെ കരണ്ടിയിൽ കോരിയാണ് ഭിത്തിയിൽ അടിക്കുന്നത്. അത് ചിലയിടത്ത് പതിച്ചാലായി, പതിച്ചില്ലെങ്കിലായി, പിന്നെ അത് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഒട്ടും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ വളരെ വാട്ടർ ടൈറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അതിന് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അത് ഗൺ ഷോട്ട് പോലെയുള്ളതായ ഉപകരണം വെച്ചുകൊണ്ട് വളരെ ഫോഴ്സിൽ ഈ സിമെന്റ് പെനിട്രേറ്റ് ചെയ്ത് കയറ്റുക ചെയ്യുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ എല്ലാ മിക്കവാറും ഉള്ളതായ ഭിത്തികളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്യുന്നതിന് വേണ്ടി വളരെ ഫോഴ്സോടുകൂടെ ഈ സിമെന്റിന്റെ മിക്സിംഗ് എന്തെന്നറിയാമോ, വളരെ ഗൺ ഷോട്ട് പോലെ അത് ഇടിച്ചു കയറ്റും. അപ്പോൾ അതങ്ങ് പെനിട്രേറ്റ് ചെയ്ത് ചെറിയ ഗ്യാപ്പ് പോലും ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ അത് പെനിട്രേറ്റ് ചെയ്തും കേടും. പിന്നെ വെള്ളം അതിൽ കൂടെ ലീക്ക് ചെയ്ത് പോവുകയില്ല. ദൈവവചനം നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുമ്പോ ഇതങ്ങ് പെനിട്രേറ്റ് ചെയ്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് അതിനകത്ത് ശൂന്യത വരാനായിട്ട് പാടില്ല. അപ്പോ അതിനു വേണ്ടിയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. എനിക്കറിയാം, ഞാൻ ചിലതൊക്കെ ഒത്തിരി റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്കറിയാം, ഇമ്പോർട്ടന്റ് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കാരണം. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവവചനം അനുസരിക്കണം എന്നുള്ളതിന്റെ ആധികാരികതയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായപ്രമാണ പുസ്തകം തുറന്നു വെക്കുമ്പോ ന്യായപ്രമാണ പുസ്തകത്തിന്റെ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ഒരുവൻ മുന്നോട്ട് വരുമ്പോ നീ അനുസരിച്ചോ അനുസരിച്ചില്ലയോ ഇല്ലയോ എന്നുള്ളതിന് വിധി കൽപ്പിക്കുകയാണ്. അനുസരിച്ചാൽ അതിനനുസരിച്ചുള്ളതായ പ്രതിഫലം കിട്ടും, അനുസരിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ളതായ ശിക്ഷാവിധി കിട്ടും. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത്, പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ബുക്ക് ഓഫ് മലാഖി ചാപ്റ്റർ 3 വേഴ്സസ് 16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ പറഞ്ഞു സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്വർണ്ണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് മാത്രം പറയാം. അത് അല്പം വിശദീകരിക്കേണ്ടതായ വേദഭാഗമാണെങ്കിലും അത് ഈ സന്ദർഭത്തിൽ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ പുസ്തകത്തിന്റെ പേര് മാത്രം പറയാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവിടുത്തെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. മെൻഷൻ ചെയ്തിരിക്കുന്നതായ രണ്ടാമത്തെ പുസ്തകം ഇതാ. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് എഴുതി വെക്കുന്ന പുസ്തകമാണ്. അത് മനസ്സിലായോ? യഹോവ ഭക്തന്മാരുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ എഴുതി വെക്കുന്നതായ നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമായതുകൊണ്ട് നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ വായിൽ വരുന്നത് അങ്ങ് പറഞ്ഞങ്ങ് പിടിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ആരെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല എന്നുള്ളതാണ് നാം സംസാരിക്കുമ്പോൾ നാം മറന്നു പോകുന്ന കാര്യം.
ലോക മനുഷ്യരല്ല നാം. നാം ആരല്ല? ശേഷമുള്ള മനുഷ്യരല്ല. നാം ശേഷമുള്ള മനുഷ്യരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തതയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പട്ടികയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഏത് പട്ടിക? യഹോവ ഭക്തന്മാരെന്നുള്ള പട്ടികയിൽ നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ സകല കാര്യങ്ങളും അപ്പോഴപ്പോഴും എഴുതി വെക്കാൻ നമ്മുടെ അടുക്കൽ ഒരു ദൂതുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു ദൈവവേദന്റെ അടുക്കൽ കുറഞ്ഞത് 2 ദൂതന്മാരുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അതിൽ ദൂതന്മാർ എപ്പോഴും ഈ ചെറിയവരെ ആദരിക്കുന്നത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നതായ ദൂതന്മാരുടെ ജോലി എന്ന് പറയുന്നത് അപ്പോഴപ്പോൾ കിട്ടുന്നതായ കാര്യങ്ങൾ സ്വർഗ്ഗത്തിലെത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? ദൂതൻ എഴുതും, അത് നേരെ സ്വർഗത്തിലെത്തിക്കും. ഈ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതി വെക്കും. നമ്മൾ എപ്പോഴെങ്കിലും അത് ഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ സ്വർഗത്തിൽ എഴുതി വെക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ സഹോദരനെ കുറിച്ച് ആകരുതാത്തത് പറയുമ്പോൾ, നാം നമുക്കറിയാവുന്ന വ്യക്തികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, നാം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ആകരുതായ്മകൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോ വെറുതെ വന്നു എന്ന് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ദൂതന്മാർ അത് കേൾക്കുമെന്നുള്ളത് കൊണ്ട്, അവരത് റെക്കോർഡ് ചെയ്യുമെന്നുള്ളത് കൊണ്ട്, അവരത് സ്വർഗത്തിൽ എത്തിക്കുമെന്നുള്ളത് കൊണ്ട്, യഹോവയുടെ സന്നിധിയിലുള്ളതായ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതുമെന്നുള്ളത് കൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് വളരെ വളരെ ഗൗരവമായി. അതുകൊണ്ട് പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുമുള്ളവരായിരിക്കട്ടെ. നമ്മൾ നേരെ തിരിച്ച പല കാര്യങ്ങൾക്കും നമ്മൾ നേരെ തിരിച്ച. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നേരത്തെ സന്ദർഭം വെച്ചാൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാര്യമാണ്, വേദപുസ്തകം പറയുന്നു, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണമെന്ന്. നമ്മളാണെങ്കിലോ പറയാൻ വേഗതയാണ്, കേൾക്കാൻ നമുക്ക് സമയമേ ഇല്ല, അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ കൂട്ടാക്കത്തേ ഇല്ല. ചിലരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അങ്ങോട്ടൊന്നും പറയാൻ അനുവദിക്കത്തേ ഇല്ല, ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരത് നിർത്തിയിട്ട് വേണ്ടേ അതിനൊരു മറുപടി പറയാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് നടക്കത്തില്ല. നിർത്തിയിട്ട് വേണ്ട സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ, യഹോവ ഭക്തൻ കേൾപ്പാൻ, പ്രൈസ് ദി ലോർഡ്, വേഗത ഉണ്ടായിരിക്കണം. പറവാനോ താമസം ഉണ്ടായിരിക്കണം. കാരണം കേൾക്കുമ്പോ നമ്മിൽ വികാരം ഉണ്ടാകുവാനായിട്ടിടയാകും. ചിലപ്പോ പക വരാം, ചിലപ്പോ ദേഷ്യം വരാം, ചിലപ്പം കോപം വരാം. പ്രൈസ് ദി ലോർഡ്. ആ വികാരത്തിൽ നാം പറയുന്ന വാക്കുകൾ ഒരിക്കലും കേൾക്കുവാൻ ഭംഗിയുള്ളതായിരിക്കുകയില്ല. പറയണ്ടാത്തതായ വാക്കുകൾ നാം പറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. അത് പറയാതിരിക്കണമെങ്കിൽ നമ്മുടെ കീഴ്ജീവനക്കാരനായാലും, നമ്മുടെ വീട്ടുകാരായാലും, ഭാര്യ ഭർത്താക്കന്മാരായാലും, മക്കളോടായാലും, അല്ല യജമാനന്മാരോടായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശാന്തമായി കേൾക്കുവാൻ നാം അഭ്യസിക്കണം, ശ്രമിക്കണം. എന്നിട്ട് പറയുവാൻ പോകുന്നതായ കാര്യങ്ങളെ നാം ഒന്ന് വിശകലനം ചെയ്യുവാൻ തുടങ്ങണം. അത് പറയുന്നത് ഭംഗിയാണോ? അത് പറയുന്നത് ശരിയാണോ? അത് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് നാം ചിന്തിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
നാം ആ പറയുന്ന വാക്കുകൾ സ്മരണയുടെ പുസ്തകത്തിൽ സ്ഥാനം പിടിക്കും. നമ്മളങ്ങ് മറന്നുപോകും. പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം ഞാൻ എന്താ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ? എന്തിനാ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഓർമ്മ നിൽക്കും, വയസ്സാകും തോറും ഓർമ്മശക്തി കുറയും. ഇപ്പോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എനിക്ക് ഒന്നും കൂടെ നോക്കേണ്ടത് എവിടെ നിർത്തിയെന്നറിയാൻ വേണ്ടി. ഓർമ്മയുണ്ടായിരുന്നു, എന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞത്, ഇന്ന് പറഞ്ഞത് നാളെ ഞാൻ ഓർക്കത്തില്ല. പക്ഷേ ഇന്ന് പറഞ്ഞത് എന്താണ് എന്ന് 1000 വർഷം കഴിഞ്ഞാലും അവിടെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ അത് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ മറന്നു എന്ന് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. ആ പുസ്തകം തുറന്നാൽ അതിനകത്ത് അത് എഴുതിയിരിക്കും. ഈ നമ്മൾ പറയുന്നതായ വാക്കുകൾ ആ ഓർമ്മയുടെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ, ദ ബുക്ക് ഓഫ് റിമെമ്പറൻസ്, അതിനകത്ത് എഴുതിയിരിക്കും. അത് ഗൗരവത്തോടുകൂടെ നാം ഓർക്കേണ്ട കാര്യമാണ്. 2 പുസ്തകങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ 2 പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകം അനുസരിക്കേണ്ടതായ പ്രാധാന്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പഠിക്കേണ്ട പ്രാധാന്യം പുറകെ വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ പുസ്തകത്തിൽ, ഈ സ്മരണയുടെ പുസ്തകം തുറന്നു വെക്കും. എന്നിട്ട് നാം പറഞ്ഞതായ കാര്യങ്ങൾ, സമയവും സാഹചര്യവും ചുറ്റുപാടുകളും എല്ലാം വിവരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യം വായിച്ച് കേൾപ്പിക്കും. എന്റെ മോനെ, നീ ഇതൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ 2ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മെ ന്യായം വിധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾ ന്യായം വിധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം ശാന്തമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദൈവ പൈതലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലായാലും നമ്മൾ പറയുന്ന വാക്ക് ഗൗരവമുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി കുറ്റം പറയാൻ കഴിയാത്തതായിരിക്കണം. തിരുവചനത്തിന് വിരുദ്ധമാകരുത്. ദൈവത്തെയോ നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാരെയോ പ്രകോപിപ്പിക്കുന്നതായിരിക്കരുത്. അവരെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കരുത്. അവരെ നാം കുറ്റം വിധിക്കുന്നതായ വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ പാടില്ല. കാരണം നാം വിധിക്കുന്നതായ അതേ വാക്കുകളാൽ നാം വിധിക്കപ്പെടും എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നാക്ക് തന്നിരിക്കുന്നത് എല്ലില്ല എന്ന് പറഞ്ഞ് എങ്ങനെയും ഉപയോഗിക്കുവാനല്ല, നിയന്ത്രിതമായ രീതിയിൽ അത് ഉപയോഗിക്കണമെന്ന് ലേഖനങ്ങൾ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ചെയ്തത് ഓർമ്മയുടെ പുസ്തകത്തിൽ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. പക്ഷേ കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരു തീരുമാനമെടുത്ത്, ഒരു ക്ഷമ യാചിച്ചുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ ശ്രദ്ധിക്കുക. ശേഷമുള്ളതായ ആയുസ്സെങ്കിലും ഓർമ്മയുടെ പുസ്തകത്തിൽ ആകരുതാത്തതായ വാക്കുകൾ വരാതിരിക്കുവാനായി നാം ആവോളം ശ്രമിക്കുക എന്ന് പറഞ്ഞ് 2ാമത്തെ പുസ്തകവും വിടുന്നു. 3ാമത്തെ പുസ്തകം അവിടെ എഴുതിയിട്ടുണ്ട്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അത് 3ാമത്തെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പുസ്തകത്തെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ നമുക്ക് ജീവന്റെ പുസ്തകം കാണുവാനായിട്ട് കഴിയും. ലേഖനങ്ങളിൽ നമുക്ക് ജീവന്റെ പുസ്തകത്തിന്റെ സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും ജീവന്റെ പുസ്തകം കാണുവാൻ കഴിയും. അപ്പൊ ജീവന്റെ പുസ്തകം പുതിയ നിയമത്തിലെ പുസ്തകം മാത്രമല്ല, പഴയ നിയമത്തിലും ഇതിന്റെ പ്രതിപാദ്യമുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മോശ ഒരിക്കൽ ദൈവത്തോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ പറ്റത്തില്ല എങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമെന്ന് മോശ ദൈവത്തോട് പറയുവാനായിട്ടിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തതായ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അങ്ങയുടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയരുതേ. അപ്പോ ഒരിക്കൽ എഴുതപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട്
ജീവന്റെ പുസ്തകത്തിൽ എന്നും പേരുണ്ടാകുമെന്ന് കരുതരുത്. മായ്ച്ചു കളയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചതും ദാവീദ് അങ്ങനെ അപേക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ എപ്പോഴാ മായ്ക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ജീവൻ പ്രാപിപ്പാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുവാൻ തടസ്സമായതായ കാര്യങ്ങൾ അഥവാ ജീവന്റെ നാഥനെ ഉപേക്ഷിച്ച് കഴിയുമ്പോ, അവിടുത്തെ വചനം നാം ഉപേക്ഷിച്ച് കഴിയുമ്പോ, അവിടുത്തെ സന്നിധിയിൽ നിലനിൽപ്പാൻ കഴിയാതെ വരുമ്പോ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയും. അപ്പൊ മൂന്നാമത് തുറക്കുന്നതായ പുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും. പ്രൈസ് ദി ലോർഡ്. ആൽഫബറ്റിക് ഓർഡർ ആയിരിക്കാം അത് എഴുതിയിരിക്കുന്നത് ഞാൻ കരുതുകയാണ്. അപ്പോ പ്രൈസ് ദി ലോർഡ്. ജോൺ സ്വീകാര്യം എന്നുള്ളതായ ആ പേരാണ് എന്റേതെങ്കിൽ നോക്കും, ജയിൽ അങ്ങനെ ഒരു പേരുണ്ടോ? ഒരു 100,000 ജോൺ കാണും. പ്രൈസ് ദി ലോർഡ്. അതിൽ എന്റെ വേറെ വേർഡ്സ് എഴുതിയിരിക്കുന്നതായ ആ പെർട്ടിക്കുലർ നെയിം അവിടെ ഉണ്ടോ നോക്കും. ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, ജീവൻ ആ സമയത്ത് ഞാൻ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. ഇതാണ് അവിടുത്തെ പ്രോസസ് എന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാത്തവരായി തീരട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ജീവന്റെ പുസ്തകത്തിൽ പേര് നോക്കും, പേരെഴുതിയിട്ടില്ല എങ്കിൽ അതിനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ് ആത്മീക മരണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീക മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച ശേഷം ധനാത്മാവിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. അതൊരു വലിയ ആത്മീക ദൂതാണ്, ആത്മീക പഠനമാണത്. പ്രൈസ് ദി ലോർഡ്. കാൽവറിയിൽ കർത്താവിന്റെ ജീവൻ അവസാനിക്കുകയല്ല. കർത്താവ് എവിടെ വരെ പോയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ മരണത്തിന്റെ തീപ്പൊയ്ക വരെ കർത്താവ് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വീഴാതെ വണ്ണം നമുക്ക് വേണ്ടി കർത്താവ് അവിടം വരെ ഇറങ്ങിച്ചെന്നാണ് അവിടേക്കുള്ളതായ നമ്മുടെ വാതിൽ എന്നേക്കുമായി അടച്ചു കളഞ്ഞത് എന്നോർക്കുമ്പോഴാണ് കാൽവറിയിലെ മരണത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് പിന്നെ ഒരു ദിവസത്തെ വിശദീകരണ പഠനമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏതായാലും ആ മരണത്തിലെ തീപ്പൊയ്കയിൽ വീണ് കഴിഞ്ഞാൽ അത് നിത്യമായ മരണമാണ്. അവിടുന്ന് പിന്നെ കരകയറുവാൻ പറ്റുകയില്ല. അതിനുള്ളതായ അന്ത്യമായ ആ വിഷയമെന്ന് പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുക എന്നുള്ളത്. അപ്പോ അതോടുകൂടെ ആ അന്ത്യന്യായവിധിയുടെ അല്ലെങ്കിൽ ആ സിംഹാസനത്തിന്റെ വിശദീകരണം ഞാൻ നിർത്തുകയാണ്. അപ്പൊ 7 സിംഹാസനങ്ങളുടെ അല്ലെങ്കിൽ ന്യായാസനങ്ങളുടെ കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ പ്രാപിക്കുവാനിരിക്കുന്നതായ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ എത്തിച്ചേരുവാൻ വളരെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ളത് 3 നമുക്ക് ലഭിക്കാതിരിക്കട്ടെ എന്നുള്ളതായ അതിന്റെ ആ വിധി നമുക്ക് നേരിടുവാൻ കഴിയാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ ആ മെയിൻ വിഷയത്തിലേക്ക് മടങ്ങി വരും. ആ മെയിൻ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഹൃദയം തുറന്ന് ഹൃദയത്തിനകത്ത് എഴുതി വെക്കേണ്ടതായ കാര്യമാണ്. സ്തോത്രം. ഈ അന്ത്യന്യായവിധിയുടെ മുമ്പിൽ എല്ലാവരും നിൽക്കുമെന്ന് പറഞ്ഞു. മുഖ്യ സിംഹാസനത്തിൽ ആരിയ്ക്കുകയാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരിക്കുകയാണ്. ആദം മുതൽ ആ നിമിഷം വരെ മരിച്ചതായി എല്ലാവരും യാതനാ സ്ഥലത്ത് കിടക്കുകയാണ്. ആ യാതനാ സ്ഥലത്തു നിന്ന് എല്ലാവരും എവിടെ നിൽക്കുക? ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരെയും കൂട്ടത്തോടെ അല്ല വിധിക്കുന്നത്, ഓരോരുത്തരെയായി പേര് പറഞ്ഞാണ് വിളിക്കുന്നത്.
മുഖ്യ ന്യായാസനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരിക്കുന്നു എങ്കിലും കർത്താവിന്റെ ഇരുവശത്തും എണ്ണമറ്റതായ സിംഹാസനങ്ങളുണ്ട്. ആ എണ്ണമറ്റതായ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത് ആരാന്നറിയാമോ? ഇരിക്കുന്നത് പുതിയ നിയമ വിശ്വാസികളായ നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ അസംശം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാട്ട്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആ എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് യിസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രോസിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പറയുന്ന കാര്യമാണ്. പത്രോസ് അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ ഒക്കെ ചോദ്യം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന് യേശു പറഞ്ഞതായി ഉത്തരം നോക്കിയേ, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പുള്ള കാര്യത്തെ കുറിച്ച് കർത്താവ് ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷെ പത്രോസ് ഉദ്ദേശിച്ചത് എന്താ? പത്രോസ് പടക് വിട്ടു, വള്ളം വിട്ടു, വല വിട്ടു, തനിക്കുള്ളതെല്ലാം വിട്ടു, യേശുവിനെ അനുഗമിച്ചു. അപ്പോ ആ വിട്ടതിന് ആനുപാതികമായിട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ വിട്ടതിന് പകരം എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് പത്രോസിന്റെ ചോദ്യം. പക്ഷേ കർത്താവ് അത് മനസ്സിലാക്കിയെങ്കിലും തന്റെ മരണം വരെ കർത്താവ് അവന് എന്തു കൊടുക്കുമെന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഏത് നന്മ കൊടുക്കുമെന്നുള്ള കാര്യമേ അങ്ങ് വിട്ടു. എന്നിട്ട് തുടങ്ങുന്നത് എവിടെയാണ്? പുനർജനനത്തിൽ. മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ശ്രദ്ധിക്കാത്തതും നാം വില കൽപ്പിക്കാത്തതുമായ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിനോട് നാം ഒത്തിരി കാര്യങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. അപേക്ഷയുടെ നീണ്ട പരമ്പരയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും. ആ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ 95% വിഷയങ്ങളും നമ്മുടെ മരണം വരെയുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് പറയുന്നത്. എൻ്റെ ആരോഗ്യം, എൻ്റെ ശമ്പളം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പഠനം, പ്രൈസ് ദി ലോർഡ്, എല്ലാം നമ്മുടെ മരണം വരെയുള്ളതായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയങ്ങൾ. തെറ്റാ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, നമുക്കത് ആവശ്യമാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിന് ഇത് അൺഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ മരണം വരെയുള്ള വിഷയങ്ങളാണെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അൺഇമ്പോർട്ടന്റ് ആണ്. അത് ലീസ്റ്റ് ബോധേഡാണ് കർത്താവിന്. കർത്താവ് അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ അല്പം അതിര് കടന്ന് പറയാം. പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കലും അത് ശ്രദ്ധിക്കാതിരിക്കത്തില്ല കേട്ടോ. കർത്താവ് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഇമ്പോർട്ടന്റ് ഏതാണ്? പ്രാധാന്യമുള്ളത് ഏതാണ്? പുനർജനനത്തിൽ എന്ത് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മരണത്തിന് ശേഷം കർത്താവേ എനിക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? ഞാൻ എവിടെയായിരിക്കും? എന്റെ പൊസിഷൻ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായിത്തീരും എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ഈ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തപ്പോൾ നാം ചിന്തിക്കാറേ ഇല്ല എന്നാണ് എന്റെ എളിയ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്.
പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇതാണ് അവരുടെ പ്രത്യാശയുടെ അങ്ങേറ്റം. ആരുടെ? ശിഷ്യന്മാരുടെ പ്രത്യാശയുടെ അങ്ങേറ്റമാണ്. യഹൂദന്മാരായ പത്രോസ് ഉൾപ്പെടുന്നതായ 12 അപ്പോസ്തലന്മാരുടെയും അപ്പോഴുള്ളതായ പ്രത്യാശയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മിശിഹ ലോകം ഭരിക്കുന്നതാണ് അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളതായ പ്രത്യാശ. അവരുടെ അൾട്ടിമേറ്റ് ഉള്ളതായ ആ പ്രത്യാശയിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് കർത്താവ് അവരോട് കൃത്യമായി പറയുകയാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എന്നോടുകൂടെ നിങ്ങളും എന്ത് ചെയ്യും? 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ മുഴുവനും ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളത് നമ്മുടെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന്, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്നുള്ളതാണ്. കർത്താവിനോടുകൂടെ നിത്യതയിലായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ നിത്യതയുടെ സിംഹാസനം, വെള്ള സിംഹാസനം വെക്കുമ്പോൾ 12 ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് കർത്താവ് എന്ത് പറഞ്ഞുവോ അത് പുതിയ നിയമസഭയുടെ റെപ്രസെന്റേറ്റീവുമാരാണ് അപ്പോസ്തലന്മാർ. അപ്പൊ പുതിയ നിയമസഭയിലുള്ള കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെട്ടതായ സകലരും ഇരിക്കുവാനായി കർത്താവിന്റെ ഇരുവശത്തും എണ്ണമറ്റ സിംഹാസനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ നാമും ന്യായാധിപന്മാരായിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൂട്ടരെ നാം ന്യായം വിധിക്കത്തക്ക രീതിയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യം കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ദൂതന്മാരുടെ വിധി എപ്പോഴാണ്? ദൂതന്മാരുടെ വിധി എപ്പോഴാണ് എന്ന് യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് കഴിയും. പ്രൈസ് കാഴ്ച കാത്തുകൊള്ളാതെ ദൂതന്മാരെ വിധിക്കുന്നത് ഈ വെള്ള സിംഹാസനത്തിന്റെ അല്ലെങ്കിൽ അന്ത്യസിംഹാസനത്തിന്റെ മുമ്പിൽ വെച്ചാണ് വാഴ്ച കാത്തുകൊള്ളാത്തതായ ദൂതന്മാരുടെ വിധി വരുന്നത്. ആ ദൂതന്മാരെ വിധിക്കുവാൻ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൊരിന്ത്യയിലുള്ളതായ വിശ്വാസികളെ നോക്കി പൗലോസ് പറയുന്നു, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമവിശ്വാസികളായ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. പ്രത്യേകമായി അത് ആരാണെന്ന് എഴുതിയിട്ടില്ല. പുതിയ നിയമവിശ്വാസികൾക്കുള്ളതായ സ്ഥാനമാണ്, പദവിയാണ്, അധികാരമാണ്. കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന് വിധിക്കണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ടതായ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. സ്തോത്രം. അത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എങ്കിലും നിങ്ങളെ പരമാർത്ഥ മനസ്സ് ഒന്ന് ഉണർത്താനായിട്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ സിംഹാസനങ്ങൾ നാം ഇരിക്കുമ്പോൾ നമ്മുടെ പക്കലും ഈ പുസ്തകങ്ങളുടെ ഓരോ കോപ്പി കിട്ടും. ഏതാ? ഈ 3 പുസ്തകങ്ങളുടെ ഓരോ കോപ്പി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകങ്ങൾ തുറന്നു വെച്ച് വരുന്ന ഒരു വ്യക്തിയെ ന്യായം വിധിക്കുവാൻ നമ്മൾ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ പുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് നാം അറിയണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുസ്തകങ്ങളിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് അറിയുന്നില്ലെങ്കിൽ അവൻ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഒരു ജഡ്ജിയായിരിക്കണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ പ്രൈസ് ദി ലോർഡ് സകല നിയമാവലികളും പഠിച്ച് അരച്ച് കലക്കിയതായ ഒരുവന് മാത്രമേ ഒരു ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. LLBക്ക് ചേർന്നു എന്ന് പറഞ്ഞത് കൊണ്ടോ, SSLC പാസ്സായി എന്ന് പറഞ്ഞത് കൊണ്ടോ, ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞത് കൊണ്ടോ ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കാൻ കഴിയത്തില്ല. ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കണമെങ്കിൽ നിയമത്തിന്റെ അവസാന മൂലാമാല വരെ ചുറ്റഴിക്കുവാൻ കഴിവുള്ള ഒരു നിയമജ്ഞന് മാത്രമേ ജഡ്ജിയായിരിക്കാൻ കഴിവുള്ളൂ. അത് ഈ ലോകത്തിന്റെ പ്രിൻസിപ്പിൾ എങ്കിൽ ആത്മാവിന് വിധി പറയുവാൻ ഒരാത്മമണ്ഡലത്തിൽ വിധിപ്പാനിരിക്കുന്നതായ നാം ദൈവത്തിന്റെ വിധിന്യായമായ ന്യായപ്രമാണം അല്ലെങ്കിൽ തിരുവചനം ജ്ഞാനത്തോടെ ഗ്രഹിക്കാതെ ആ സീറ്റിലിരിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരവും നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലി, ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഞാൻ പറയുന്നത് രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത്
അതാണ് ഒന്നാമത്തെ ജോലി. ഞാൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് അതാണ്. ആ സിംഹാസനത്തിൽ ഇരുന്ന് മുമ്പിലേക്ക് വരുന്നതായ ഓരോരുത്തരെയും ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് വിധി പറയുവാൻ കെൽപ്പുള്ളവരായിരിക്കണം. അത് വിധി പറയുവാൻ കെൽപ്പുള്ളവരാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് നന്നായി പഠിക്കണം. തിരുവചനം പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രസംഗിക്കാൻ വേണ്ടി അല്ല നാം തിരുവചനം പഠിക്കേണ്ടത്. ആരുടെയെങ്കിലുമൊക്കെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10 മിനിറ്റ് പ്രബോധനം പറയുവാൻ ആയിരിക്കരുത് നാം വേദപുസ്തകം പഠിക്കേണ്ടത്. നാം വേദപുസ്തകം പഠിക്കേണ്ടതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഉദ്ദേശം, നാം വിധി കസേരകളിൽ ഇരിക്കേണ്ടവരാണ്. ജഡ്ജിമെന്റ് സീറ്റിൽ ഇരിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നാം തിരുവചന പ്രകാരമാണ് വിധിക്കേണ്ടത്. ആ തിരുവചനം നാം അറിയുവാൻ ബാധ്യസ്ഥരാണ്. അത് പഠിക്കുവാൻ കിട്ടുന്നതായ സമയം വിലപ്പെട്ട നിമിഷമാണ്. നമ്മുടെ വരുവാനിരിക്കുന്നതായ ഉദ്യോഗത്തിലേക്ക് കയറുവാൻ നമുക്ക് തരുന്നതായ അഭ്യസന കളരിയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മണിക്കൂറുകൾ വേദപുസ്തകത്തിന്റെ മുമ്പിൽ ഇരുന്നാലും എനിക്ക് മടുപ്പില്ലാതെ വരുന്നത്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ് പ്രിയമുള്ളവരെ ഞാൻ ശ്രമിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. അതിലേക്കുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രൈസ് ഹരിമനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് വെച്ചിരിക്കുന്നതായ ഒരു ജഡ്ജ്മെന്റ് സീറ്റുണ്ട്, നാം ഇരിക്കേണ്ട ജഡ്ജ്മെന്റ് സീറ്റുണ്ട്. അതിലിരുന്ന് നമ്മുടെ മുമ്പാകെ വരുന്ന ഹല്ലേലൂയ അതേ വിധി കാത്തു വരുന്നവർക്ക് വിധി കൽപ്പിക്കുവാൻ നാം നിയമിതരാകണമോ? തിരുവചനം നാം പഠിച്ചേ മതിയാകുകയുള്ളൂ. അത് നിർബന്ധമാണ്. ആ വിഷയം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാമെന്ന് നാം വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിലേക്ക് ശ്രദ്ധ തിരിപ്പാൻ കർത്താവ് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു.